INS വാക്ഷീറിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു കർണാടകയിലെ കാർവാർ നാവികത്താവളത്തിൽ നിന്നാണ് യാത്ര ചെയ്തത്. APJ അബ്ദുൽ കലാമിന് ശേഷം കാൽവരി അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി രാഷ്ട്രപതി അനുഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. നോബൽ മാരിക്കാരനാണ് ചെയ്തത്. നോബൽ, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ യുദ്ധവിമാനത്തിൽ പറന്ന ചരിത്രം കുറിച്ചിരുന്നു രാഷ്ട്രപതി. ഇപ്പോഴിതാ അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന INS വാക്ഷീറിൽ യാത്ര ചെയ്തുകൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് വീണ്ടും. നേരത്തെ വ്യോമസേന ശക്തി നേരിട്ട് റഫാൽ സുഖോയ് വിമാനങ്ങളിൽ പറന്നുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു അറിഞ്ഞതാണ്. അതിനു പിന്നാലെയാണ് നാവികസേനയുടെ അന്തർവാഹിനിയിൽ ഇപ്പോൾ രാഷ്ട്രപതി യാത്ര ചെയ്തിരിക്കുന്നത്. കാർവാർ തീരത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും അവർക്ക് ഒപ്പം ഉണ്ടായിരുന്നു. INS വാഗീശ്വറിലാണ് ഈ യാത്ര ഉണ്ടായത്. പ്രധാനമായും പ്രധാനപ്പെട്ട കടൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അതിർത്തികൾ, പ്രത്യേകിച്ച് കടലിടുക്ക് അടക്കം സംരക്ഷിക്കുന്നത് നാവികസേനയാണ്. ആ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളൊന്നാണ് അന്തർവാഹിനികൾ. ആ അന്തർവാഹിനികൾ നേരിട്ട് സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളൊപ്പം മറ്റ് കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയുക എന്താണ് ഈ യാത്ര കൊണ്ട് രാഷ്ട്രപതി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നേരത്തെ സുഗോയിലും റഫാലും രാഷ്ട്രപതി പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത രണ്ടാമത്തെ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. മുൻപ് നേരത്തെ APJ അബ്ദുൽ കലാമാണ് ഇത്തരത്തിൽ അന്തർവാഹിനിയിൽ ഇതിനു മുൻപ് യാത്ര ചെയ്തിട്ടുള്ള രാഷ്ട്രപതി. എന്താണെങ്കിലും രാജ്യത്തിന്റെ അഭിമാനകരമായ അത്തരത്തിൽ രാജ്യത്തെ കാക്കുന്ന വ്യോമസേനയുടെയും നാവികസേനയുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് അറിയുക കൂടിയാണ് ഈ യാത്രയോട് ദ്രൗപദി മുർമു ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻപും ഈ വ്യോമസേനയ്ക്കൊപ്പം സഞ്ചരിച്ചപ്പോൾ അവർ ഇക്കാര്യം പറഞ്ഞതാണ്. എന്താണെങ്കിലും നാവികസേനയുടെ കൂടി ശക്തി ഇത്തരത്തിൽ അന്തർവാഹിനി സഞ്ചരിച്ചുകൊണ്ട് രാഷ്ട്രപതി നേരിട്ട് അറിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതിക്ക് വലിയ സ്വീകരണവും ഒപ്പം വലിയ ഒരു യാത്രയുമാണ് ഇത് സമ്മാനിച്ചതാണ് നാവികസേനയും അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ മനോഹരമായ യാത്രയായിരുന്നു. പ്രത്യേകിച്ച് കടലിൽ കൂടി അന്തർവാഹിനി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേന രാജ്യത്തെ കാക്കുന്നത് എന്ന അടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ രാഷ്ട്രപതിയോട് വിവരിച്ചു കൊടുക്കാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുന്നതാണെങ്കിലും അന്തർവാഹിനി യാത്ര വളരെ മനോഹരമായിരുന്നു എന്നാണ് രാഷ്ട്രപതിയും അവരുടെ എക്സ്പോസിലൂടെ വ്യക്തമാക്കുന്നത്. വിനീത, ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ.